കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമുള്ള ഈ ഒരു വില്ല 2985 സ്ക്വയർ ഫീറ്റിൽ 7 സെന്റ് മുതൽ 8 സെന്റ് പ്ലോട്ടിലാണ് നിർമ്മിക്കുന്നത്. നല്ലൊരു എലഗൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു വില്ല നിർമ്മിച്ചിട്ടുള്ളത്. സോ നല്ലൊരു മനോഹരമായ ഒരു ടൈൽ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലെല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻറ്റോട് കൂടിയുള്ള ഒരു പ്രീമിയം ലക്ഷറി വില്ല പ്രോജക്റ്റ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. മുക്കാട്ടുപടിയിലെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് വില്ല പ്രോജക്റ്റിലെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പുതുമയോടെ ആ വില്ലയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഹോംസ് എത്തിക്കുകയാണ്. 7 സെന്റ് 8 സെന്റ് പ്ലോട്ടുകളിലായി 2985 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു 4 BHKയിലുള്ള വലിയൊരു വില്ല പ്രൊജക്ട്സ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഏകദേശം ഒരു 6ഓളം വില്ലകൾ നിങ്ങൾക്ക് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിൽ കിട്ടുന്നുണ്ട്. എൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വില്ല കൺസ്ട്രക്ഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിൽ ഏറ്റവും കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരു 5 മീറ്റർ വൈഡിലുള്ള ഒരു വഴി കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സോളാർ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള നല്ലൊരു ആംബിയൻറ്റോട് കൂടിയുള്ള ഒരു പ്രീമിയം ലക്ഷറി വില്ല പ്രോജക്റ്റാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് തന്നെ ഫസ്റ്റ് വരാം. ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ഏരിയ സ്പേസ് നമുക്കൊരു മുറ്റം കിട്ടുന്നുണ്ട്. ഫ്ലോറിങ്ങിനായി നല്ല ഇവിടെ ഒരു ടൈലും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നു. കൂടാതെ എൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിയ ഒരു ഗാർഡനിങ്ങിനുള്ളൊരു സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ സ്ഥലത്തിനൊന്നും യാതൊരു പരിമിതിയും നൽകാതെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റ് ഏരിയയാണ്. എക്സ്ക്ലൂസീവായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നമുക്ക് ഈ വീടിൻ്റെ എലവേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. നല്ലൊരു മനോഹരമായ ഒരു എലഗൻ സ്റ്റൈലിലുള്ള എലവേഷനാണ് ഈ ഒരു വില്ലയിൽ നൽകിയിട്ടുള്ളത്. നല്ലൊരു ആർക്കിടെക്ചർ കൺസെപ്റ്റോട് കൂടിയുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള വില്ല പ്രോജക്റ്റാണ് ഇവിടെ നിർമ്മിക്കുന്നത്. നമുക്ക് കാർ പോർച്ച് ഏരിയ സ്പേസിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു വലിയൊരു കാർ പോർച്ച് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കവേർഡ് കാർ പോർച്ച് സ്പേസ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു കാറുകൾ ഇവിടെയാണ് സ്പേസ്. ടോട്ടൽ നിങ്ങൾക്ക് 2 കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ ഈ ഒരു മുറ്റം ഏരിയ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസിലേക്ക് വരാം. നല്ലൊരു മനോഹരമായ ഒരു സീലിംഗ് വർക്കോട് കൂടിയുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ ഏരിയയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വില്ലയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതിൻ്റെ പണികൾ മുഴുവനായിട്ട് പൂർത്തിയായിട്ടില്ല. നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഫുൾ ഫർണിഷ്ഡ് വില്ലയായിട്ടാണ് ഇത് നിങ്ങൾക്ക് കൈമാറുക. സോ ഞാനൊരു ലിവിങ് ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റഡ് ലിവിങ് ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു എലഗൻ സ്റ്റൈലിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡൈനിങ് ഏരിയ സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു വിശാലമായൊരു ഡൈനിങ് ഏരിയ സ്പേസാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒരു മോഡുലാർ ഡിസൈനുള്ള ഒരു കിച്ചണോട് ചേർന്ന് തന്നെയുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ്. കിച്ചൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. നല്ലൊരു വളരെ വലിയൊരു ഏരിയ ഉള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസും ഇവിടെ കിട്ടുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാർഡ്രോബുകളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അറ്റാച്ച് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറുകളെല്ലാം നമുക്കൊരു വുഡ് ഫിനിഷിനോട് കൂടിയുള്ള സ്റ്റെയറുകളാണ് നൽകിയിരുന്നത്. ഇവരൊരു ഗ്ലാസ് ഇതിലുള്ള ഹാൻഡ് റെയിലുകളും കാര്യങ്ങളെല്ലാം വരാനുണ്ട്. നല്ലൊരു എലഗൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു വില്ല നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ തൊട്ട് താഴെ ഏരിയയിൽ കൂടി നമുക്കൊരു ഹാങ് ഔട്ട് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഗ്ലാസ് ഡോറോട് കൂടിയുള്ള പുറത്തേക്കുള്ള എക്സ്റ്റൻഷനോട് കൂടിയുള്ള ഒരു പോർഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിൻ്റെ ഒരു മിഡ് പോർഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ല ഒരു വിശാലത നമുക്ക് ഇവിടെ എൻ്റയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു വില്ല എൻ്റയറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ ഈ ഒരു കടന്നു വന്നിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്തതായി ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ നല്ലൊരു മനോഹരമായ ഒരു ടൈൽ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലെല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു ഒരു ഡിസൈനിലുള്ള ഒരു ടൈൽ വർക്കും. കൂടാതെ ഇവിടെ ഒരു പെർഗോള സ്പേസും നല്ലൊരു ലൈറ്റ് കിടക്കുന്ന രീതിയിൽ പെർഗോള സ്പേസും കിട്ടുന്നുണ്ട്. അതുമാത്രം അതിൻ്റെ ഒരു തൊട്ട് ബാക്കിലെ ഏരിയ തന്നെ അതും നല്ലൊരു ഗ്ലാസ് ഇടാനുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ഒരു ഫ്രെയിം വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. ഗ്ലാസ് ഇടാനുള്ളൊരു ഏരിയ ഇവിടെയും നൽകിയിട്ടുണ്ട്. സോ നല്ലൊരു മനോഹരമായ ഒരു ഡിസൈൻ സ്ട്രക്ചറാണ് ഈ ഒരു എൻ്റയർ വീട്ടിലേക്ക് എല്ലായിടത്തും നൽകിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം അത് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. തൊട്ട് മുമ്പ് കണ്ട ബെഡ്റൂമുകളുടെ എല്ലാം ആ ഒരു സ്പേസ് തന്നെ ഇവിടെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെ മനോഹരമായ ഒരു എലഗൻ സ്റ്റൈലിലുള്ള ഒരു സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായി ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. ഇത് കവേർഡ് പോർഷൻ അല്ല, ഇത് കവേർഡ് ചെയ്യാനുള്ളൊരു പോർഷനാണ്. നല്ലൊരു വലിയൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ്. നമുക്കറിയാം നമുക്ക് എൻ്റെ നമ്മുടെ വസ്ത്രങ്ങൾ വാഷ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ ലൊക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ സൗകര്യപ്രദമായുള്ള ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
അടുത്ത നമുക്ക് ഈ ഏരിയയുടെ മെയിൻ ബാൽക്കണി ഏരിയ സ്പേസ് നമുക്ക് കാണാം. നല്ല ബിൽഡേഴ്സിൻ്റെയും എഞ്ചിനീയേഴ്സിൻ്റെയും ആർക്കിടെക്ട്സിൻ്റെയും എല്ലാം ലീഡർഷിപ്പിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടിയിൽ ഇനി ഏകദേശം ഒരു 5ഓളം വില്ലകൾ ഇനിയും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വില്ല സ്വന്തമാക്കുവാൻ എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി എന്ന ലൊക്കേഷനിൽ വരുന്ന രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ ചാർട്ടർ സ്കൂൾ കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ ലൊക്കേഷനിലും, എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമുള്ള ഈ ഒരു വില്ല 2985 സ്ക്വയർ ഫീറ്റിൽ 7 സെൻറ്റ് മുതൽ 8 സെൻറ്റ് പ്ലോട്ടിലാണ് നിർമ്മിക്കുന്നത്. 1,68,00,000 രൂപയാണ് ഈ വില്ലയുടെ വില ഇവർ ചോദിക്കുന്നത്. വളരെ എലഗൻറ്റ് സ്റ്റൈലിലുള്ള നിങ്ങൾക്കൊരു പ്രീമിയം ലക്ഷറി വില്ലയാണ് നിങ്ങളുടെ മോഹമെങ്കിൽ വളരെ അനുയോജ്യമായൊരു വില്ലയാണ്. നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. വില നെഗോഷ്യബിളാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഹോം ലോൺ സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. സോ ഒരു സൈറ്റ് വിസിറ്റിനായി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരാം. 5ഓളം വില്ലകൾ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സോ എത്രയും വേഗം ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.